അഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ പുഷ്പങ്ങൾ കൊണ്ട് അഭിഷേകം ഒരുക്കുകയാണ് അയ്യപ്പ ഭക്തർ. തെറ്റിയും തുളസിയും റോസയും എല്ലാം ഭഗവാനെ അഭിഷേകത്തിനായി ഒരുക്കുന്നു. തുളസിയും തെറ്റിയും റോസയും പലനിറം ജമന്തിയും കയ്യിൽ പിടിച്ച അഭിഷേകപ്രിയനായ ഭഗവാനെ കാണാൻ കാത്തുനിൽക്കുകയാണ് അയ്യപ്പന്മാർ. കയ്യിൽ കരുതിയ പൂക്കളെല്ലാം ഭഗവാനരികിലേക്ക് നൽകി പിന്നെ പ്രാർത്ഥന. ഓരോ പ്രാർത്ഥനയിലുമാണ് അയ്യപ്പ ഭക്തർ അഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിക്ക് പുഷ്പങ്ങൾ സമർപ്പിക്കുന്നത്. புஷ்பாபிஷேகம் ஐயப்பாவுக்கு ரொம்ப விசேஷன்றதால ரொம்ப சந்தோஷமாக இருக்குது. இந்த ஒரு வாய்ப்பு கிடைச்சதுக்கு ரொம்ப சந்தோஷம். ரொம்ப நாள் ஆசை எதனா ஒன்று பண்ணணுன்ட்டு அதனால இன்னைக்கு கிடைச்சிச்சு, அது பண்ணின்னு இருக்கிறோம். നല്ല സന്തോഷമുണ്ട്. അയ്യപ്പനെ കാണാൻ പറ്റി, പുഷ്പാഭിഷേകം നടത്താൻ പറ്റുന്നു, നല്ല സന്തോഷമുണ്ട്. പുഷ്പാഭിഷേകം നേർച്ചയാണെന്ന്. പൂവൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവേണോ അയ്യപ്പസ്വാമിക്ക്? ഈ പൂവൊക്കെ കൊടുത്തിട്ട് എന്താ അയ്യപ്പസ്വാമിയോട് പറയാ? ഒന്നും പറയൂല. എന്തൊക്കെ പറയാ ഭഗവാനോട്? ഒന്നും പറയത്തില്ല. കാര്യമൊക്കെ പറയോ? ശുദ്ധിയോടെയും വൃത്തിയോടെയും ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള പൂക്കൾ ഭക്തർക്ക് നൽകാൻ കഴിയുന്നതിന്റെ സന്തോഷം വ്യാപാരി മിഥുനും പങ്കുവച്ചു. നമുക്കെല്ലാം ഭഗവാനാണ്. നമ്മളിതൊരു കച്ചവടം എന്നുള്ള രീതിയിലല്ല ഇത് ചെയ്യുന്നത്. നമുക്കിതിൽ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളുമില്ല. നമുക്ക് ഏറ്റവും വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഭഗവാന് പൂക്കൾ കൊടുക്കുക, പിന്നെ ഇവിടെ നിൽക്കാൻ കഴിയുക, അതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സന്തോഷം. നമ്മളല്ലാതെ വേറൊരു രീതിയിലല്ല ചെയ്യുന്നത്. ഏറ്റവും വൃത്തിയായിട്ടും ശുദ്ധിയായിട്ടും ഭഗവാന് പൂക്കൾ കൊടുക്കുക, പിന്നെ അത് ചെയ്തിട്ട് തിരിച്ചു വന്നിട്ട് അയ്യപ്പന്മാർ നമ്മളോട് പറയുന്നൊരു നന്ദി, അതിൻ്റെ അവരുടെ പ്രാർത്ഥന, അതിലൊരു അംശം നമുക്ക് കിട്ടും, അത് മതി. എല്ലാ ദിവസവും സന്ധ്യാദീപാരാധനയ്ക്ക് ശേഷമാണ് പുഷ്പാഭിഷേകം നടക്കുന്നത്. അപ്പവും അരവണയും നെയ്യും തേനും പാലുമൊക്കെ അഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിക്ക് പുഷ്പങ്ങളും ഏറെ പ്രിയപ്പെട്ടതാണ്. പുഷ്പാഭിഷേകപ്രിയനായ അയ്യപ്പസ്വാമിയുടെ സന്നിധിയിൽ നിന്നും ക്യാമറമാൻ ബിബിൻ ആലുവയ്ക്കൊപ്പം അഖിൽ പാലോട്ടുമഠം, ജനം, സന്നിധാനം.